ഈ ഈ ഒരു പ്ലെയർ ആണ് നമുക്ക് എന്താ ഓർമ്മ വരുന്നത്? ഗാരത് ബെയിൽ. ഓട്ടം, സ്പീഡാണ് ഇങ്ങേരുടെ മെയിൻ. എനിക്ക് ഓർമ്മ വരുന്ന പറഞ്ഞാൽ കുറെ മെമ്മറീസ് ആണ്. 2000 ഏത് വർഷം ഓർമ്മയില്ല, കോപ്പ അമേരിക്ക ഫൈനലിൽ ബാർസലോണക്കെതിരെ ഒരു മാച്ച് ഉണ്ടായിരുന്നു. സൂപ്പർ കോപ്പ ഡെൽ റേ ഏതൊരു മാച്ച് ഉണ്ട്. കോപ്പ ഡെൽ റേ ഫൈനലിൽ ബാർസലോണക്കെതിരെയുള്ള ഒരു മത്സരം ഉണ്ടായിരുന്നു. ആ മത്സരത്തില് മാർക്ക് ബാട്ട പറഞ്ഞ അവരെ പ്ലെയറിനെ ബീറ്റ് ചെയ്തിട്ട് ആ ഒരു സൈഡ് ലൈനിൽ കൂടെ ലൈനിന്റെ പുറത്ത് കിടന്നിട്ട് ബെയിലിന്റെ ഒരു ഓട്ടം ഉണ്ട്. ആ ഒരു ഓട്ടം എന്ന് പറഞ്ഞാൽ അത്രയും ലെജൻഡറി ആയിട്ടുള്ള ഒരു സംഭവമാണ്. ആ ഒരു സീൻ എന്ന് പറഞ്ഞാൽ സിനിമാറ്റിക് ആയിട്ടുള്ള സീനാണ്. കാരണം ഇവൻ ബെയിൽ വന്നിട്ട് ആ ഗോൾ അടിക്കണം. അത് കഴിഞ്ഞ് സ്റ്റാൻസിൽ നിന്ന് റൊണാൾഡോ ആ ഒരു തൊപ്പിയൊക്കെ ഇട്ടിട്ട്, ആ ഒരു സീൻ ഓർമ്മ ഉണ്ടോ? റൊണാൾഡോ ഒരു തൊപ്പിയൊക്കെ ഇട്ടിട്ട് എന്താ പറയാ, അല്ല ഒരു സീൻ നമ്മുടെ ടി വിയിൽ ലൈവ് കളി കാണുമ്പോൾ നമുക്കൊരു ഫീൽ ആയിരുന്നു. റൊണാൾഡോ ഒരു തൊപ്പിയൊക്കെ ഇട്ടിട്ട് വന്നിട്ട് ഓർമ്മ ഉണ്ടാകാം ആ സീന്. അതെ, എന്നിട്ട് റൊണാൾഡോ പരിക്ക് അങ്ങനെ എന്തോ മറ്റോ ആയിരുന്നു. അതെ, റൊണാൾഡോക്ക് പരിക്കായിരുന്നു. അങ്ങനെ ക്രിസ്ത്യാനോ ഇറങ്ങി വന്നിട്ട് മെസ്സിനെ ഹഗ് ചെയ്യണൊക്കെ ഒരു സീൻ ഉണ്ടല്ലോ. അതിനുശേഷം ടീംമേറ്റ്സിനൊപ്പം സെലിബ്രേറ്റ് ചെയ്യണ എന്താണ്, അതൊരു മൂവ്മെന്റ് തന്നെ ആയിരുന്നു. പിന്നെ ബെയിൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സ്പേസ് എത്രത്തോളം നമുക്ക് നന്നായിട്ട് അറിയാം. ആ ഒരു റണ്ണ് അത് നമുക്ക് പെട്ടെന്നൊന്നും മറന്നു കളയാൻ പറ്റില്ല. കാരണം അതൊരു ഞാൻ പറയുകയാണെങ്കിലേ ഫുട്ബോളിൽ ഇത്രയും അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള പ്ലെയർ വേറെ ഇല്ല. കാരണം അത്ര അണ്ടർ റേറ്റഡ് ആണ് ഗാരത് ബെയിൽ. കാരണം ഓൻ്റെ ഒരു കരിയർ എടുത്ത് നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് ബാക്ക് ആയിട്ട് വന്നിട്ട് എന്താണ് പറയാ, ടോട്ടനത്തിൽ കളിച്ച് വലിയ ലെവലിലെത്തി. റയൽ മാഡ്രിഡിലെത്തിയിട്ട് എന്താണ് പറയാ, റയൽ മാഡ്രിഡിൽ വലിയ കാര്യങ്ങൾ, ഇപ്പൊ മറ്റേ നമ്മളെ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിലുള്ള ബൈസൈക്കിൾ കിക്ക്, അങ്ങനത്തെ വലിയ ഐക്കോണിക് സിറ്റുവേഷൻസ്, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ബാർസലോണക്കെതിരെയുള്ള ആ ഓട്ടം, ആ ഒരു ഗോള്, അതുപോലത്തെ വലിയ ഐക്കോണിക് സിറ്റുവേഷൻസിന്റെ ഒക്കെ ഭാഗമായി എന്താണ് ഒരു ലെജൻഡ് ആയിക്കൊണ്ടാണ് ഇപ്പൊ എന്താണ് ഗാരത് ബെയിൽ ഇപ്പൊ ഈ ഒരു കരിയറിന്റെ അവസാനത്തിൽ നിൽക്കുന്നത്. അതെ, ഞാൻ യോജിക്കുന്നു. പിന്നെ അൺറേറ്റഡ് ആണോ ചോദിച്ചു കഴിഞ്ഞാല് എനിക്കറിയില്ല കറക്റ്റ് ആയിട്ട്. മേ ബി അൺറേറ്റഡ് പ്ലേസിൽ ഒരാളാവണം. കാരണം BBC അത്ര കത്തിക്കേറിക്കുന്ന സമയത്ത് എന്താണ് മൂപ്പരുടെ പല മാച്ചിലെ പെർഫോമൻസും ഒന്നും വേണ്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് സത്യാവസ്ഥ തന്നെയാണ്. ഈ പറഞ്ഞ പോലെ ലിവർപൂളിനെതിരെയുള്ള ബൈസികൾക്ക്, പിന്നെ ഈ ഒരു റണ്ണ്, ഇതൊന്നും പലർക്കും, പല ടോക്കി കിഡ്സിനൊന്നും ഇദ്ദേഹത്തെ അറിയ പോലും ഉണ്ടാവില്ല. ഇനിയിപ്പോ അറിഞ്ഞ പല ആൾക്കാരും ഇദ്ദേഹത്തിനൊക്കെ അത്ര വലിയ കൺസിഡറേഷൻ ഇയാൾക്ക് കൊടുത്തിട്ടില്ല. പല ക്ലബുകളും പല ഫാൻസുകാരും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഒരു തരത്തില് ഒരു അൺറേറ്റഡ് പ്ലെയർ തന്നെയാണ് ബെയിൽ. BBC കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് എന്താ തോന്നുന്നു, BBC ആണ് ബെസ്റ്റ്, അതല്ല MSN ആണ് ബെസ്റ്റ്? അത് ഒരുപാട് ഡിബേറ്റിന് വഴിവെക്കുന്ന കാര്യമാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കിയുള്ളത് BBC ആണ്. അതേപോലെ ഏറ്റവും കൂടുതൽ ഗോൾസ് പ്ലസ് അസിസ്റ്റും BBC ആണ്. പറയുന്നത് BBC 2-3 വർഷം അധികം കളിച്ച് എന്നുള്ളത് വാസ്തവമാണ്. എന്നിരുന്നാലും ചാമ്പ്യൻസ് ലീഗിലും മറ്റും ഇത്രയും വലിയൊരു കുതിച്ചുചാട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് MSN കഴിഞ്ഞിട്ടില്ല. സംഭവം നമ്മൾ നോക്കുമ്പോ രണ്ട് സൈഡും അടിപൊളിയാണ്. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ MSNന്റെ ആ ഒരു പ്ലേയിങ് സ്റ്റൈൽ അടിപൊളിയായിരുന്നു. അവർക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു കെമിസ്ട്രി, ഇപ്പൊ നമ്മള് 3 പ്ലേയേഴ്സിനെ എടുത്തു, മെസ്സിയുടെ ആ ഒരു പാസിങ്, അതുപോലെ തന്നെ സുവാറസിന്റെ ആ ഒരു ഫിനിഷിങ്, അതിനിടയിൽ നെയ്മറിന്റെ ആ ഒരു ഫ്ലൂയിഡ് എന്നൊക്കെ നമ്മൾ പറയില്ല, അത്രയും ഈസി ആയിട്ട് നെയ്മറിന്റെ ആ ഒരു കളി, ആ ഒരു നെയ്മറിന്റെ ഒരു പീക്ക് നമ്മൾ കണ്ടത് ഈ ഒരു MSN കാലഘട്ടത്തിലായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നത് MSN അടിപൊളിയായിരുന്നു. പക്ഷെ അതേ സമയത്ത് BBC പറഞ്ഞ വേറെ തന്നെ ഒരു ഫ്ലേവർ ആയിരുന്നു. BBC പറഞ്ഞ വേറെ തന്നെ രീതിയിൽ അടിപൊളിയായിരുന്നു. BBC ഇപ്പൊ നമ്മൾ പറയുമ്പോൾ ബെൻസിമ, ഇപ്പൊ നമ്മൾ നേരത്തെ തന്നെ പറയുമ്പോൾ ബെൻസിമ അതിൽ ഫിനിഷർ ആയിട്ട് നിൽക്കുന്നത്, അതേപോലെ തന്നെ ബെയില് നല്ലൊരു പേസിയ വിങ്ങർ ആയിട്ട് നിൽക്കുന്നത്, റൊണാൾഡോവും ഫിനിഷിങ്ങും അതേ സമയത്ത് ഇതേമാതിരി വിങ്ങർ ആയിട്ടും കളിക്കുന്നത്. ഇത് എന്താ പറയുക, ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിരുന്നു ഈ ഒരു ടീം. പക്ഷെ അതേ സമയത്ത് നമ്മൾ മിഡ്ഫീൽഡും ഡിഫൻസും ഒക്കെ പറയണം കേട്ടോ. എങ്ങനെ നോക്കുമ്പോഴും BBC MSNും കട്ടക്കായിരുന്നു. അതൊരു ഇപ്പോഴും ഇപ്പോഴത്തെ റയൽ മാഡ്രിഡിന്റെ സ്കോർ എടുത്ത് നോക്കുകയാണെങ്കിലും ഇപ്പൊ പല ഫ്രണ്ട് ലൈൻസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ അതൊക്കെ വെച്ച് കമ്പയർ ചെയ്താലും അന്നത്തെ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന MSN വേഴ്സസ് BBC അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ മിസ് ചെയ്യേണ്ടത്. അതെ, അത് ശരിയാണ്. ലാലിഗയിൽ ഇവരെ ഈ പ്ലേയേഴ്സിനൊന്നും മിസ് ചെയ്യാത്ത ആൾക്കാരുണ്ടാവില്ല കുറെ കാലഘട്ടങ്ങളായിട്ട്. ലാലിഗക്ക് വ്യൂവർഷിപ്പ് ഇടിഞ്ഞിരിക്കുന്നു എന്നാണ് തോന്നുന്നത്. ലാലിഗ ഇപ്പൊ അങ്ങനെ ആരും കാണാറില്ല. ആദ്യം റൊണാൾഡോ പോയി, പിന്നെ മെസ്സി പോയി, പിന്നെ ഒരുപാട് പ്ലേയേഴ്സ് ലാലിഗ
വിട്ട് മറ്റു ലീഗിലേക്ക് ചേക്കേറി. എന്തായാലും MSN ഈ പറഞ്ഞ പോലെ പ്ലേയിങ് സ്റ്റൈല് വളരെ നൈസായിരുന്നു. പൊതുവെ ബാഴ്സലോണ ടിക്കി ടാക്ക ടീംസ് ആണ്. ടിക്കി ടാക്ക ഗെയിം പ്ലേ ആണ് അവരുത്. പിന്നെ വൺ ടച്ച് പാസിങ്ങും സ്കോറിങ്ങും എല്ലാം അടിപൊളിയായിരുന്നു. പക്ഷെ BBC ആണ് കൂടുതൽ അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നതിന്റെ കാര്യം സത്യമാണ്. BBC ആണ് കൂടുതൽ നേടിയിട്ടുള്ളത്.